ഹായ് ഫ്രണ്ട്സ്, വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലുണ്ടായ തീപിടുത്തം, അതിലുണ്ടായ അപകടങ്ങളും നമ്മുടെ 24ഓളം മലയാളികളെയാണ് ഇപ്പോൾ അതിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനിയും എത്ര പേര് തിരിച്ചറിയാനുണ്ട് എന്ന് അറിയില്ല. ഇപ്പോൾ 24 മലയാളികളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നിട്ടുള്ള. അതിൽ എൻ്റെ നാടായ മലപ്പുറത്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എന്നെ സത്യം പറഞ്ഞാൽ വളരെയധികം ഞെട്ടിച്ചു. നമുക്ക് എല്ലാ മരണങ്ങളും നമ്മൾ വളരെയധികം ഞെട്ടിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടുകാർ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിങ്ങൽ തന്നെയാണല്ലോ മനസ്സിൽ. നമ്മുടെ മലപ്പുറത്ത് കൂട്ടായി സ്വദേശി നൂഹ്, ആ ഇക്കാൻ്റെ 42 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത സത്യം പറഞ്ഞാൽ ഒരുപാട് വേദനപ്പെടുത്തി. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളാണ്. അത് ചെറിയ മക്കൾ, പൊടിമക്കൾ, 13, 10, 8 ഒക്കെ വയസ്സുള്ള 3 മക്കൾ, പെൺകുട്ടികൾ. അവരുടെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് പോകുന്ന ഒരു കുടുംബമാണ്. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി പ്രവാസത്തിലേക്ക് പോയത്. 6 വർഷത്തോളം പ്രവാസ ജീവിതത്തിലാണ്. അതിനിടയിൽ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2 മാസത്തിന് ശേഷം തിരിച്ചു പോയിട്ടുണ്ടായിരുന്നുള്ളൂ ജോലി സ്ഥലത്തേക്ക്. അദ്ദേഹം ജോലി ചെയ്യുന്ന കെട്ടിടത്തിലായിരുന്നു തീ പിടിച്ചിരുന്നത്. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ആളുകളെ രക്ഷിച്ച് ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ട് ആ ഒരു ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ആദ്യമൊക്കെ വീട്ടുകാർ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിലൊന്നും ആളില്ല, സേഫാണ് എന്നാണ് അറിഞ്ഞത്. പിന്നീടാണ് ആളെ മോർച്ചറി വെച്ചിട്ടാണ് ലാസ്റ്റ് തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മോർച്ചറി വെച്ചിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. അത്രയും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലായിട്ടുണ്ട് നമ്മുടെ മലയാളികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. നമ്മുടെ എല്ലാ വീട്ടിലും പ്രവാസികളുള്ളവരാണ്. അപ്പോൾ എല്ലാവരും പടച്ചും കാത്തിരക്ഷിക്കട്ടെ. സത്യം പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ്. പക്ഷെ നമ്മൾ എത്ര വേദനയോട് കൂടിയിട്ടാണെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. മരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും തൊട്ട് പിന്നാലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ ഒരു കുടുംബത്തിന് അത് വലിയൊരു നഷ്ടം തന്നെയാണ് അല്ലേ. അത് സർക്കാരിൻ്റെ ഭാഗം എന്തൊക്കെ പൈസകളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നത്, പക്ഷേ എത്ര പൈസ തന്നെ കൊടുത്താലും ആ ഒരു വ്യക്തിയുടെ കുറവ് ഒരിക്കലും നികത്താൻ കഴിയില്ല. പക്ഷേ ആ ഒരു കുടുംബത്തിന് മുന്നോട്ടുള്ളത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് പറ്റുന്ന പോലെ എല്ലാവരും സഹായിച്ചു കൊടുക്കുക. ഒരു കൂട്ടായി സ്വദേശിയാണ്, 42 വയസ്സ്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം, തൻ്റെ കുട്ടികളെ നോക്കി ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണെന്ന് ഇപ്പോൾ നമുക്കിടയിൽ നിന്ന് ഇല്ലാണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ പറ്റി നാട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കണം. വളരെ വളരെ നല്ല ഒരു വ്യക്തിയാണ്. ആരോടും ഒരു മോശമായിട്ടൊന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. മക്കളാണ് ഒരു മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ്, 3 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടിക്ക് 10 വയസ്സ്, ലാസ്റ്റ് കുട്ടിക്ക് 6 വയസ്സാണ്. വലിയ പ്രയാസം, എല്ലാവരോടും നല്ല സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ഒരു വിഷയത്തിലൊന്നുമില്ലാത്ത വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു രൂപയാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്. കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടാൽ തന്നെ അറിയാം. ഈ ഫാമിലി മൊത്തത്തിലും അങ്ങനത്തെ ഒരു ഇതാണ്. വലിയ ഒരു സാമ്പത്തിക പുരോഗതിയുള്ളൊരു കുടുംബമൊന്നുമല്ല. ഇപ്പോൾ 1.5 മാസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. പറ്റുന്ന പോലെ എല്ലാവരും, നിങ്ങൾ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുക അല്ലേ. ആ 3 പെൺകുട്ടികളുടെ ജീവിതം, പഠിപ്പ്, കാര്യങ്ങൾ മുന്നോട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലാണ് അവർ. സ്വാഭാവികമായിട്ടും അത്യാവശ്യം ഉള്ള കുടുംബം എന്നല്ല, വളരെ സാധാരണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു മരണം എന്ന് പറയുന്നത് വലിയൊരു ആഘാതം തന്നെ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ നൽകുക. നമ്മുടെ സഹോദരനൊക്കെ അവർ പടച്ച റബ്ബ് വിശാലാക്കി കൊടുക്കട്ടെ.